തമിഴ് സിനിമയിലെ പ്രമുഖ നടനും താരസംഘടനയുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുമാണ് നടൻ വിശാൽ. സൂപ്പർ താരമായി അഭിനയ ജീവിതത്തിൽ സജീവമാണെങ്കിലും വിശാലിന്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു. പൊതുവേദിയിൽ സംസാരിക്കുന്നതിനിടെ നടന്റെ കൈകൾ വിറയ്ക്കുന്നതും ഒരു മൈക്ക് പോലും ശരിയായ രീതിയിൽ പിടിക്കാൻ സാധിക്കാത്ത അവസ്ഥയും നടന് കണ്ടു. അദ്ദേഹത്തിന്റെ രൂപത്തിൽ വന്ന മാറ്റവുമൊക്കെ കണ്ട് ആരാധകരും ഞെട്ടിയിരുന്നു. വിശാലിന് കാര്യമായ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നും അതാണ് ഈ വീഡിയോയിൽ കണ്ടത് എന്നുമൊക്കെ തുടങ്ങി നിരവധി ഊഹാപോഹങ്ങളും പിന്നാലെ പ്രചരിച്ചു. അദ്ദേഹത്തിന് എന്തോ മാരക രോഗമാണെന്നുവരെ വാർത്തകൾ വന്നു. ഇതിനോടനുബന്ധിച്ച് നിരവധി പേരാണ് വിശാലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തി രംഗത്ത് വന്നത്. അക്കൂട്ടത്തിൽ ഗായിക സുചിത്ര പങ്കുവച്ച കാര്യങ്ങളും ശ്രദ്ധേയമാവുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് സുജി ലീക്സ് എന്ന പേരിൽ തമിഴ് സിനിമാ ലോകത്തെ ഞെട്ടിച്ച ഗായികയാണ് സുചിത്ര. താരങ്ങളുടെ സ്വകാര്യ ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടാണ് ഗായിക അന്ന് വാർത്തകളിൽ നിറഞ്ഞത്. പിന്നീട് കേസും ബഹളങ്ങളുമൊക്കെയായി കുറെ കാലം സുചിത്രയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നുമില്ലായിരുന്നുവെങ്കിലും കഴിഞ്ഞ കുറച്ചു നാളുകളായി ചില യൂട്യൂബ് ചാനലുകൾക്ക് നൽകിയ അഭിമുഖത്തിലൂടെ ഗായിക വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു. ഇപ്പോഴാ നടൻ വിശാലിന്റെ അവസ്ഥ തനിക്ക് ഏറെ സന്തോഷമാണ് നൽകുന്നത് എന്നാണ് സുചിത്ര പറഞ്ഞിരിക്കുന്നത്. സ്വന്തം ഭർത്താവിനെതിരെയും നടൻ ധനുഷ് തുടങ്ങിയ പ്രമുഖരായ താരങ്ങൾക്കെതിരെയുമൊക്കെ ഗുരുതരമായ ആരോപണങ്ങളാണ് സുചിത്ര ഉന്നയിച്ചിരുന്നത്. ഇപ്പോഴാ നടൻ വിശാലിനെതിരെയും സമാനമായ രീതിയിൽ ഒരാരോപണവുമായിട്ടാണ് ഗായിക എത്തിയിരിക്കുന്നത്. തന്റെ വീട്ടിൽ ഭർത്താവില്ലാത്തപ്പോൾ മദ്യക്കുപ്പികളുമായി നടൻ വന്നുവെന്നാണ് ഇവരുടെ വെളിപ്പെടുത്തൽ. പുതിയ സിനിമയുടെ പത്രസമ്മേളനത്തിൽ വിറയ്ക്കുന്ന കൈകളുമായി പതിഞ്ഞ ശബ്ദത്തിലാണ് വിശാൽ സംസാരിച്ചത്. ഈ വീഡിയോ കണ്ടതിന് ശേഷം വിശാലിനെ ഇങ്ങനെയൊരു അവസ്ഥയിൽ കണ്ടതിൽ തനിക്ക് സന്തോഷമുണ്ടെന്ന് പറഞ്ഞാണ് സുചിത്ര എത്തിയത്. മാത്രമല്ല, ഒരിക്കൽ വിശാൽ ഒരു കുപ്പി വൈനുമായി തന്റെ വീട്ടിലെത്തിയ കാര്യവും ഗായിക പങ്കുവെക്കുകയായിരുന്നു. ആദ്യ ഭർത്താവ് കാർത്തിക് കുമാറിനൊപ്പം താമസിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ഒരു ദിവസം രാത്രി കാർത്തിക് കുമാർ വീട്ടിലില്ലാത്ത സമയത്ത് വീടിന്റെ വാതിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടു. താൻ ചെന്ന് വാതിൽ തുറന്നപ്പോൾ നടൻ വിശാലാണ് വന്നത്. അദ്ദേഹം മദ്യലഹരിയിലാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. അകത്തേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചെങ്കിലും ഇല്ല എന്ന് മറുപടി പറഞ്ഞു. മാത്രമല്ല, ഒരു കുപ്പി വൈൻ തരാൻ വന്നതാണെന്നും വിശാൽ പറഞ്ഞു. ഭർത്താവിന്റെ അഭാവത്തിലാണ് അന്ന് വിശാൽ വീട്ടിലെത്തിയത്. മാത്രമല്ല, അതിനുശേഷം അദ്ദേഹം കാർത്തിക് കുമാറിനെയും ഗൗതമേനോനെയും കുറിച്ച് അസഭ്യം പറയുകയും ചെയ്തു. വിശാൽ നിങ്ങളെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു സുചിത്രയുടെ മറുപടി. മാത്രമല്ല, ഒരു പൂച്ച വന്ന് ശല്യപ്പെടുത്തിയതുപോലെ മാത്രമേ തനിക്ക് തോന്നിയിട്ടുള്ളൂ. വിശാൽ സുഖം പ്രാപിക്കുന്നതിന് വേണ്ടി നിരവധി പേരാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ മൈക്ക് കയ്യിൽ പിടിക്കാൻ പോലും കഴിയാതെ അദ്ദേഹം വിറയ്ക്കുന്നത് കണ്ടപ്പോൾ തനിക്ക് വളരെ സന്തോഷം തോന്നിയെന്നായിരുന്നു സുചിത്രയുടെ മറുപടി. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.